നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. പേജ് ഓഫ് വാൺസ് എനർജിയാണ്. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ആണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്, അവർക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്നുള്ളൊരു എനർജിയിലാണ് അവരുള്ളത്. അവർ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി, കൊളീഗ്സ് വഴിയൊക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളിപ്പം ഗോ ത്രൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. ഈ റിലേഷനിലോട്ട് ഇനി മുന്നോട്ട് വന്നാൽ അത് ശരിയാവോ, അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻ അവർക്കുണ്ട്. അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അവർ നെഗറ്റീവ് തോട്ട്സിലാണ് നിൽക്കുന്നത്. എപ്പോഴും റിലേഷൻ ശരിയാവില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. ആളുടെ ഭാഗം മാത്രം ആൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൾ ഓക്കെയാണ്, പക്ഷെ നിങ്ങളുടെ ഭാഗത്താണ് പ്രശ്നങ്ങൾ വരുന്നത്, അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ആള് സ്വന്തം മിസ്റ്റേക്ക് മനസ്സിലാക്കാതെ നിങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളെല്ലോട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആള് റിലേഷനോട് തിരികെ വരാൻ സമയം എടുക്കുന്നതായിട്ട് കാണുന്നത്. പെട്ടെന്ന് വരുന്ന ഒരു എനർജി അല്ല, കാരണം അവരുടെ മിസ്റ്റേക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണെന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. 10 ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ആൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിന്റെ ഒരു മിസ്സിങ് എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിലും ആള് ശരിയാണ്, ആളെടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ ഓക്കെ ആണ് എന്നുള്ള ഒരു ചിന്തയിൽ ആ ഒരു സ്ട്രോങ് ഡിസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും അതിനെ അവർ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളോട് അവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അവർക്കൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് അവരുള്ളത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫിഷ് ആയിട്ടാണ് കാര്യങ്ങൾ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ ആ വ്യക്തിയെ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് തോട്ടിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത് കേട്ടോ. ദ വേൾഡ് കാർഡാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ചേഞ്ച് വരുന്നതായിട്ട്, ആ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ചേഞ്ച് എന്തായാലും വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചിലോട്ട് റിലേഷൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ജസ്റ്റിസ് എന്ന് കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ജസ്റ്റിസ് റിലേഷൻ വരും എന്നുള്ളതാണ് കേട്ടോ. ഈ ജസ്റ്റിസ് കാർഡ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നത് അതിന്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് എന്തായാലും തിരിച്ചു കിട്ടും. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ എന്തായാലും നടക്കും എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സെൽഫ് ലവ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷന് വേണ്ടി ഒരുപാട് യാചിക്കുന്നുണ്ടാവാം, നിങ്ങൾ പേഴ്സണെ ചേസ് ചെയ്യുന്നുണ്ടാവാം, അവർക്ക് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള പോലെ, അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിനായിട്ട് നിങ്ങൾ കെഞ്ചുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തയ്യാറാവുക, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് കാണിക്കുന്നത്. റെസ്പോൺസിബിലിറ്റീസ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ ഫാമിലിക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം, അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവർ വേണ്ടത്ര പ്രാധാന്യം തരുന്നില്ല, നിങ്ങൾക്ക് വേണ്ടത്ര കെയർ തരുന്നില്ല, ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ റെസ്പോൺസിബിൾ ആണ് എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റി അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം.
ഉത്രാടം, ജനുവരി, പൂയം, ഫെബ്രുവരി, കാർത്തിക, 1990, ഭരണി, പത്തനംതിട്ട, പാലക്കാട്, ലെറ്റർ എം, തിരുവനന്തപുരം, 1985, ലെറ്റർ ഒ, ലെറ്റർ എച്ച്, മകീര്യം, നവംബർ, ചിത്തിര. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.